അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അത്ഭുത സ്വലാത്താണ്. അത്ഭുത സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് എന്തും നൽകും എന്ന് നമുക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് ചെറിയൊരു സ്വലാത്താണെങ്കിലും ഈ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടും, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും, ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും വർദ്ധിക്കും. ഈ സ്വലാത്ത് കഴിയുമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ഈ സ്വലാത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ട സമയങ്ങളാണ്. എന്നാൽ ഈ സ്വലാത്ത് നിങ്ങൾ വെറും 80 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ, വെള്ളിയാഴ്ച രാവ് ഏത് സമയത്തോ നിങ്ങൾ ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സർവ്വലോകരക്ഷിതാവായ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുകയും ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസവും അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയ അനുഗ്രഹമാണ്. നമ്മൾ രാത്രി സമയം അന്തിയുറങ്ങി നേരം പുലരുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് എണീൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണത്. എന്നാൽ നമുക്കറിയാം ഓരോ ദിവസത്തിനും പ്രത്യേകമായ മഹത്വങ്ങൾ, പ്രത്യേകതകൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ദിവസങ്ങളുടെ നേതാവായ സയ്യിദുൽ അയ്യാം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, അതുപോലെ വെള്ളിയാഴ്ച രാവുമൊക്കെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം ഒരു സാധാരണ ദിവസമല്ല, മറിച്ച് അതൊരു പെരുന്നാൾ ദിവസമാണ്. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസം അത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് നമ്മുടെ നബി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ പറയുകയാണെങ്കിൽ തീരുകയില്ല. അത്രത്തോളം മഹത്വമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ വെള്ളിയാഴ്ച രാവും. മനുഷ്യകുലത്തിൻ്റെ നേതാവായ ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത്, ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അവസാനിക്കുന്നത്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത് മുതൽ വെള്ളിയാഴ്ച അസ്തമിക്കുന്നത് വരെ ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ട സമയങ്ങളാണ്. ഒരു മുഅ്മിൻ അശ്രദ്ധമായി ചിലവഴിക്കാൻ പാടില്ലാത്ത സമയമാണ് അത്. ഈ ദിവസത്തിൽ നമ്മൾ ധാരാളം ചെയ്യേണ്ട അമൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട ഒരു രാവും ദിവസവുമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ
ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായിട്ടും എൻ്റെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. ആ സ്വലാത്ത് തീർച്ചയായിട്ടും എന്നിൽ വെളിപ്പെടുത്തും. ആ സമയത്ത് സ്വഹാബിമാർ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് വഫാത്തായി മണ്ണായതിന് ശേഷം എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ നിങ്ങളിൽ വെളിപ്പെടുത്തുക എന്ന് ചോദിച്ചു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുകയാണ്, തീർച്ചയായും പ്രവാചകന്മാരുടെ ശരീരം അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതായത് പ്രവാചകന്മാരുടെ, ഔലിയാക്കന്മാരുടെ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ ശരീരമൊന്നും മണ്ണ് തിന്നില്ല. അവരുടെ ശരീരം അന്ത്യനാൾ വരെ, അവസാന നാൾ വരെ അവർ മരിച്ചതുപോലെ ഒരു കേടുപാടും കൂടാതെ ഖബറിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ നാവ് കൊണ്ട് ഉരുവിടുന്ന ഓരോ സ്വലാത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതും മദീനയിലെ ആ പച്ചക്കുബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പരം വലിയൊരു ഭാഗ്യം ഒരു വിശ്വാസിക്ക് എന്ത് വേണം? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലുമൊക്കെ ധാരാളം സ്വലാത്ത് കൊണ്ട് ധന്യമാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി കാണുന്ന, നിസ്സാരമായി കാണുന്ന, എന്നാൽ മലക്കുകൾ വളരെ അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമയമുണ്ട്. അത് ഏതാണ് ആ സമയമെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം. അസർ മുതൽ മഗ്രിബ് വരെയുള്ള ആ സമയം, സൂര്യൻ അസ്തമനത്തിലേക്ക് നീങ്ങിത്തുടങ്ങുന്ന, പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങുന്ന ആ സമയം. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പ്രത്യേക ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് എന്താണ് ചോദിക്കുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പായിട്ടും നമുക്ക് നൽകുന്നതാണ്. അതിന് എത്ര വലിയ നമ്മുടെ ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് ഖൈറാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഏതാണ് ആ ദുആക്ക് ഇജാബത്തുള്ള സമയം കറക്റ്റായിട്ട് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹദീസിൻ്റെ വെളിച്ചത്തിൽ അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്, അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ആ ദുആക്ക് ഇജാബത്തുള്ള സമയമെന്ന്. പ്രത്യേകിച്ചും മഹാന്മാർ പറയുന്നത് മഗ്രിബിനോട് അടുത്തുള്ള സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിൽ തന്നെ, വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു അവൻ്റെ ഖജനാബുകൾ തുറന്നു വച്ചിരിക്കുകയാണ് ചോദിക്കുന്നവർക്ക് വാരിക്കോരി നൽകാൻ. ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം? അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാനോ, കൂട്ടുകാരോടൊപ്പമൊത്ത് അങ്ങാടികളിൽ കറങ്ങി നടക്കാനോ, മൊബൈലിൽ വെറുതെ നോക്കി സമയം കളയാനോ ഉള്ള സമയമല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും. കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കുക. ഇനി ഉമ്മമാരെ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും തിരിക്കുക. ഈ സമയത്ത് ചൊല്ലാൻ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് വലിയൊരു അമൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കേവലം കുറച്ച് മിനിറ്റുകൾ മാത്രം മതി അത് ചൊല്ലി തീർക്കാൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് നൽകുന്ന പ്രതിഫലം നമ്മൾ പോലും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അത് എന്താണെന്നറിയുമോ? നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലേണ്ട സ്വലാത്താണ്. ഹദീസുകളിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ദിവസത്തിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലിയാൽ
അള്ളാഹു സുബ്ഹാനഹു തആല അവൻ എന്താണോ ചോദിക്കുന്നത് അത് ഖൈറാണെങ്കിൽ ഹലാലാണെങ്കിൽ അവനിക്കത് നിറവേറ്റി കൊടുക്കുന്നതാണ്. അവൻ ചോദിക്കുന്നത് റബ്ബ് നൽകും. മാത്രമല്ല അവൻ്റെ 80 വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അതോടൊപ്പം ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയൊരു പ്രതിഫലമാണ് 80 വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം അവനിക്ക് നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 80 വർഷം നമ്മളിൽ പലരും ജീവിക്കുമോ എന്ന് തന്നെ ഉറപ്പില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലം വളരെ വേഗത്തിൽ ചെറുപ്പക്കാർ വരെ മരണപ്പെട്ടു പോവുകയാണ്. ഇനി അഥവാ ആരെങ്കിലും 80 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാലം അവർ അശ്രദ്ധമായി കളഞ്ഞ സമയങ്ങളായിരിക്കും. ഒരുപാട് പാപങ്ങൾ ചെയ്തവരായിരിക്കും. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആ ചോരത്തളപ്പിൻ്റെ ചെറുപ്പകാലം ചെയ്തവരായിരിക്കും. ഹറാമുകൾ കണ്ടവരായിരിക്കും. ഹറാമുകൾ പ്രവർത്തിച്ചവരായിരിക്കും. ഹറാമുകൾ തിന്നവരായിരിക്കും. ഹറാമ് പറഞ്ഞവരായിരിക്കും. നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ തെറ്റുകളുടെ കണക്ക് നമുക്കറിയില്ലായിരിക്കും. എന്നാൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് കണക്കുണ്ട്. അള്ളാഹുവിന് എല്ലാം അറിയാം. എന്നാൽ 80 വർഷം നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും തെറ്റുകളും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അത് റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു തരുമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ഓഫർ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? വലിയൊരു ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് നൽകുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് നമ്മൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം 80 പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് 80 വർഷം നമ്മൾ മുഴുവനായിട്ടും നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം, അതുപോലെ 80 വർഷം നമ്മൾ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം, അത്രത്തോളം അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകൾ മുഖേന നമ്മുടെ അമലിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല എത്ര കരുണയുള്ളവനാണ്, എത്ര വലിയ കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. നമുക്ക് സ്വർഗം നൽകാൻ വേണ്ടിയിട്ട് എത്ര അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് പുറത്തു തരികയാണ്, വീണ്ടും പുറത്തു തരികയാണ്. മനുഷ്യരാണെങ്കിലോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ മരണം വരെ ആ പകയും കൊണ്ട് നടക്കും. ഒരിക്കലും അത് പുറത്തു കൊടുക്കില്ല. ദിവസം തോറും അവർക്ക് പക കൂടി വരികയായിരിക്കും, വൈരാഗ്യം കൂടി വരികയായിരിക്കും. എന്നാൽ നമ്മുടെ റബ്ബ് എത്ര കരുണയുള്ളവനാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ടും മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം അതുപോലെ വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ ചൊല്ലേണ്ട ആ മഹത്വമേറിയ ആ സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം. ഈ സ്വലാത്ത് വളരെ ചെറിയ ഒരു സ്വലാത്താണ്. എന്നാൽ ഇത് ഒരു അർത്ഥവത്തായ സ്വലാത്താണ്. ഈ സ്വലാത്ത് നിങ്ങൾ കഴിയുമെങ്കിൽ മനഃപ്പാഠമാക്കണം. കഴിയുമെങ്കിലല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ മനഃപ്പാഠമാക്കുക. കാരണം ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഇഹലോകത്തും വലിയ വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. ഇനി ഏതാണ് ആ സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസല്ലിം തസ്ലീമാ. ഒരു ചെറിയ മനോഹരമായ ഒരു സ്വലാത്താണ് ഇത്. എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത്? അല്ലാഹുവേ, ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് കാരുണ്യം വർഷിക്കണമേ. എങ്ങനെയുള്ള നബിയാണ്? അന്നബിയിൽ ഉമ്മിയായ പ്രവാചകനാണ്. അതായത് എഴുത്തും വായനയും അറിയാത്ത, ഭൗതികമായിട്ട് ഒരു ഗുരുനാഥൻ്റെയും അടുത്തുപോയി ഒരു അറിവും പഠിച്ചിട്ടില്ലാത്ത, സർവശക്തനായ അല്ലാഹുവിൽ നിന്ന് മാത്രം അറിവുകൾ പകർന്നു കിട്ടിയ പ്രവാചകനാണ്. അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും നീ സ്വലാത്തും സലാമും രക്ഷയും സമാധാനവും വർഷിക്കണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഈ സ്വലാത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകം ഉമ്മി എന്ന് വിശേഷിപ്പിച്ചത് അത് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. കാരണം മുത്തുനബിയുടെ അറിവ് ഈ ലോകത്ത് ആരും തന്നെ അറിയിച്ചു കൊടുത്തതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് മാത്രം നേരിട്ട് കിട്ടിയ അറിവുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ പ്രധാനമായിട്ടും നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലാൻ മറക്കല്ലേ. ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ, കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം മനസ്സിൽ ജ്ഞാനിച്ചുകൊണ്ട് അവിടുത്തെ റൗള ഷരീഫ് കണ്ണിൽ കണ്ടുകൊണ്ട് അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ചൊല്ലുന്ന വാക്കുകളുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ, പ്രയാസങ്ങൾ, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ 80 പ്രാവശ്യം ചൊല്ലുക. ഓരോ തവണ ചെല്ലുമ്പോഴും എൻ്റെ റബ്ബ് ഇത് കേൾക്കുന്നുണ്ട്, അതിനുള്ള പ്രതിഫലം റബ്ബ് എനിക്ക് നൽകും. മദീനയിലെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ. ഒരു 80 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ അധിക സമയമൊന്നും വേണ്ട. ഏറിപ്പോയാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കുന്നതേയുള്ളൂ. എന്നാൽ അതിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഞാൻ പറഞ്ഞു, അത്ഭുതമാണ്. അതായത് 80 വർഷത്തെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. അതോടൊപ്പം 80 വർഷം നമ്മൾ നോമ്പ് നോറ്റതിൻ്റെയും പാതിരാത്രി മുഴുവൻ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിസ്കരിച്ചതിൻ്റെയും പ്രതിഫലം, അത്രത്തോളം അമൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകുകയാണ്. അതോടൊപ്പം നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സ്വലാത്ത് ചൊല്ലിയത് ആ ഉദ്ദേശം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റി തരുകയും ചെയ്യും. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. എത്രയോ ആളുകൾ കമൻറ്റിൽ അറിയിക്കാറുണ്ട്, രോഗമാണ്, ശിഫയാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടാണ് കടബാധ്യത. കടബാധ്യത കൊണ്ട് വലയുന്ന എത്രയോ ആളുകളുണ്ട്. മാത്രമല്ല മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകാം, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകാം, ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നവരുണ്ടാകാം, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകാം, വിവാഹം ശരിയാകാത്തവർ, മക്കളില്ലാത്തവർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളാണ് പല ആളുകൾക്കുമുള്ളത്, പല പ്രയാസങ്ങളുമാണുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഒഴിക്കുന്ന കണ്ണീരിന് അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ, ഉലമാക്കൾ, അതുപോലെ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ ഈ അസറിൻ്റെ ശേഷമുള്ള സമയം, വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമുള്ള സമയം അവർ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. വെള്ളിയാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞാൽ അവരൊക്കെ പള്ളിയിൽ തന്നെ ഇരിക്കും, വീട്ടിൽ പോകില്ല, ഇഅ്തികാഫിരിക്കും, ആരോടും മിണ്ടില്ല. മഗ്രിബ് വരെ ആരോടും സംസാരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്തിലായി കഴിയും. കാരണം അവർക്കറിയാം ആ സമയം നഷ്ടപ്പെട്ടാൽ അത് ഒരിക്കലും പിന്നീട് തിരിച്ചു കിട്ടില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിലും ഒരു മാറ്റം വേണം. അടുത്ത വെള്ളിയാഴ്ച മുതൽ അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാരൊക്കെ മഗ്രിബ് വരെ ദിക്റും സ്വലാത്തിലും മറ്റ് ഇബാദത്തിലുമൊക്കെ മുഴുകിയതുപോലെ നമ്മളും മുഴുകാൻ ശ്രമിക്കണം. നമ്മുടെ എല്ലാ പാപങ്ങളുടെയും പാണ്ഡം ഇറക്കി വെച്ച് റബ്ബ് സുബ്ഹാനഹു തആലയുടെ തൃപ്തി കരസ്ഥമാക്കാം നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും അറിഞ്ഞുകൊണ്ടും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മൾ പറഞ്ഞ അറിവ് നമുക്ക് ജീവിതത്തിൽ പകർത്താനും വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി അതുപോലെ നമുക്ക് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ അവസാന സമയം ഈമാൻ സലാമത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കെലിമത്ത് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീക്ക്, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യസന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ നിറവേറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കാമിലായ ശിഫ നൽകണേ അല്ലാ. കടങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് അത് വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഇഹലോകത്തും ഞങ്ങൾക്കെല്ലാവർക്കും നീ വിജയം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.